അഭിഷേകപ്രിയനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ. പാൽ, പനിനീർ, എണ്ണ, നെയ്യ്, തൈര്, പഞ്ചാമൃതം, ഇളനീർ, ഭസ്മം, ജലം, ശർക്കര, ചന്ദനം എന്നിവയെല്ലാം കൊണ്ട് അഭിഷേകം നടത്തുന്നു. ഭഗവാന് ഏറ്റവും പ്രിയം പഞ്ചാമൃതമാണ്. ആഗ്രഹ സാഫല്യമാണ് പഞ്ചാമൃതം അഭിഷേകത്തിന്റെ ഫലം. 5 വിശുദ്ധ പദാർത്ഥങ്ങളുടെ മിശ്രിതമാണ് പഞ്ചാമൃതം. പഞ്ചാമൃതത്തിന്റെ പ്രധാന ചേരുവകൾ പാൽ, തൈര്, നെയ്യ്, തേൻ, പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം, ശർക്കര എന്നിവയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ചേരുവകളിൽ ചെറിയ മാറ്റം കാണാറുണ്ട്. പഴം പ്രധാനമായ ഒരു ചേരുവയായി ഇവിടെ ഉപയോഗിക്കുന്നു. പഴനി മുരുകന് പ്രിയം പഞ്ചാമൃതമാണ്. മുരുകനും പഞ്ചാമൃതവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. പ്രത്യേകിച്ച് മുരുകന്റെ 6 പടൈ വീടുകളിൽ ഒന്നായ പഴനിയിൽ ഇവിടെ മുരുകന് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യവും പ്രധാന അഭിഷേക ദ്രവ്യവും പഞ്ചാമൃതമാണ്. പഴനി മുരുകന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന പഞ്ചാമൃതം ലോകപ്രസിദ്ധമാണ്. പഴനിയിലെ മുരുക വിഗ്രഹം സിദ്ധനായ ഭോഗർ നവപാഷാണത്തിൽ ഒരുക്കിയതാണ്. ഈ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം ഔഷധ ഗുണമുള്ളതായി മാറുന്നുവെന്നും പല രോഗങ്ങളും ഭേദമാക്കുവാൻ സഹായിക്കുമെന്നും വിശ്വാസമുണ്ട്. പഴനിയിലെ പഞ്ചാമൃതത്തിൽ ഉപയോഗിക്കുന്നത് പഴനിക്കുന്നുകളിൽ മാത്രം വളരുന്ന ജലാംശം കുറഞ്ഞ വിരൂപാക്ഷി ഇനം വാഴപ്പഴമാണ്. ഇത് പഞ്ചാമൃതം ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുവാൻ സഹായിക്കുന്നു. വാഴപ്പഴം, ശർക്കര, നെയ്യ്, തേൻ, ഏലക്ക എന്നിവയാണ് പഴനിയിലെ പഞ്ചാമൃതത്തിന്റെ 5 പ്രധാന ചേരുവകൾ. ഇവ കൂടാതെ ഈന്തപ്പഴം, കൽക്കണ്ടം എന്നിവയും രുചിക്കായി ചേർക്കാറുണ്ട്. മുരുകാരാധനയിൽ പഞ്ചാമൃത അഭിഷേകം നടത്തുന്നത് ആഗ്രഹ സാഫല്യത്തിനു പുറമെ ജീവിത വിജയത്തിനും മനഃശാന്തിക്കും ഉത്തമമാണ്. പനിനീര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ മനസുഖവും, പാൽ, നെയ്യ്, ഇളനീർ എന്നിവ കൊണ്ട് ശരീരസുഖവും, തൈര് കൊണ്ട് സന്താന ലാഭവും, എണ്ണ കൊണ്ട് രോഗനാശനവും, ചന്ദനാഭിഷേകത്താൽ ധനാഭിവൃദ്ധിയും, ജലാഭിഷേകം നടത്തിയാൽ മനഃശാന്തിയും, ശർക്കരാഭിഷേകത്താൽ ശത്രുവിജയവും ഫലമായി ലഭിക്കും. കൂടാതെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക, എണ്ണ സമർപ്പിക്കുക, നെയ്വിളക്ക് നടത്തുക മുതലായവ കുജദോഷത്തിന് ഉത്തമ പരിഹാര മാർഗമാണ്. നിങ്ങളൊരു മുരുക ഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം വജത് ഫുവേ നമഃ എന്ന ഭഗവാന്റെ മൂലമന്ത്രം കമന്റ് കൂടി ചെയ്യുക. കൂടാതെ സുബ്രഹ്മണ്യ ഗായത്രിയും ചൊല്ലുക. സനൽകുമാരായ വിദ്മഹേ ഷഡാനനായ ധീമഹേ തന്നോ സ്കന്ദ പ്രചോദയാത്. ഈ ഗായത്രി മന്ത്രവും കഴിയുന്നത്ര തവണ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്.